ലോക ഹൃദയ ദിനത്തിൽ പരിശീലന പദ്ധതിയുമായി ആരോഗ്യവകുപ്പ്. CPR കൂപ്പ് ഹൃദയസ്തംഭനം ഉണ്ടായാൽ പ്രഥമ ശുശ്രൂഷയും ചികിത്സയും പ്രധാനമാണ് എന്ന ആരോഗ്യമന്ത്രി. മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. പരിശീലന പദ്ധതി സെപ്റ്റംബർ 29-ന് ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിജോ, വിശദാംശം. സംസ്ഥാനത്ത് കൂടുതലായിട്ട് ഹൃദയസ്തംഭനം മൂലം ആളുകൾ മരിക്കാനിടയാകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ തന്നെ ഈ പ്രാഥമികമായിട്ട് നൽകേണ്ട ചികിത്സയെക്കുറിച്ച് ആർക്കും തന്നെ കൃത്യമായിട്ടുള്ള അവബോധമില്ലാത്തത് ഹൃദയാഘാത മരണങ്ങൾ കൂട്ടാൻ ഇടയാക്കുന്നുണ്ട് എന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ ഒരു പൊതുവായിട്ടുള്ള അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് ലോക ഹൃദയ ദിനത്തിൽ ഹൃദയസ്തംഭനം ഉണ്ടായാൽ പ്രഥമ ശുശ്രൂഷയും ചികിത്സയും നൽകുന്നതിന്റെ ആവശ്യകത എത്രമാത്രം ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യവകുപ്പ് പുതിയൊരു പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. എല്ലാവർക്കും CPR ലോക ഹൃദയ ദിനത്തിൽ പുതിയ സംരംഭം എന്ന രീതിയിലാണ് ആരോഗ്യവകുപ്പ് ഈ പദ്ധതിയെ വിഭാവനം ചെയ്യുന്നത്. കുടുംബശ്രീ അംഗങ്ങൾ, ഡ്രൈവർമാര്, റെസിഡൻസ് അസോസിയേഷൻ, വിവിധ സേനാംഗങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുജനങ്ങൾ തുടങ്ങി പരമാവധി പേർക്ക് ഘട്ടം ഘട്ടമായി പരിശീലനം നൽകുന്നതാണ് പരിപാടി. ഹൃദയസ്തംഭനം ഉണ്ടാകുന്ന വ്യക്തിക്ക് നടത്തുന്ന ഒരു അടിയന്തര പ്രഥമ ശുശ്രൂഷയാണ് CPR. അത് ശരിയായ രീതിയിൽ നൽകി അടിയന്തരമായി ആശുപത്രിയിൽ എത്തിച്ചാൽ അവരെ ജീവിതത്തിലേക്ക് തിരികെ എത്തിക്കാൻ സാധിക്കും. CPRന്റെ പ്രാധാന്യം മുന്നിൽ കണ്ടാണ് എല്ലാവർക്കും പരിശീലനം നൽകുന്നതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. അതോടൊപ്പം തന്നെ നേരത്തെ IMA അടക്കമുള്ള ഡോക്ടർമാരുടെ സംഘടനകൾ ഈ CPR പരിശീലനം പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യം പോലും മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ലോക ഹൃദയ ദിനത്തിൽ നിരവധി പേർക്ക് പരിശീലനം നൽകുന്ന പരിപാടിയിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുന്നത്.